നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്കിത് ഈ വാഹനം ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് ഇന്ന് ഹൈക്കോടതി ജാമ്യം കൊടുത്തു. 9 പേർക്ക് ജാമ്യം കൊടുത്തു. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണെങ്കിലും മേലാൽ ഇമാതിരി പണിക്ക് പോവില്ല എന്നുള്ളതിന് ഒരു ഉറപ്പായിട്ടുണ്ട്. കോടതി നടത്തിയ ഒരു നിരീക്ഷണം ഇതൊരു വധശ്രമ കേസ് എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഗൗരവതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 67 ദിവസം ജയിലിൽ കിടന്നു. 67 ദിവസം ജയിലിൽ കിടന്നു. എന്നിട്ടും എന്തുകൊണ്ട് പോലീസിന് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് കോടതി ചോദിച്ചത്. ഇന്നിപ്പം കോടതി പോലീസിന്റെ വിശദീകരണം തേടിയപ്പോൾ ഇവർ ഇതായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും 9 ഒന്നും 10 പേർക്കാണ് ഇതുവരെ ED ആക്രമണ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. മെയ് 27-നായിരുന്നു സംഭവം. പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരുമായിട്ട് വന്ന 3 ടാക്സിക്കാറുകളാണ് ആക്രമിച്ചത്. അതിൽ ഏറ്റവും മുമ്പിൽ വന്ന ഒരാളുടെ ശ്യാമെന്നോ അയാളുടെ പേര്, അയാളുടെ കാർ ശ്യാംരാജ് CAT യൂണിയൻപ്പെട്ട ശ്യാംരാജിന്റെ കാറാണ് ആദ്യം അടിച്ചു തകർക്കുന്നത്. അത് ഏറെക്കുറെ പൂർണ്ണമായിട്ട് അടിച്ചു തകർത്തു. പിന്നെ കൗൺസിലറായിരുന്ന IP ബിനു, ഇപ്പം മുൻ കൗൺസിലറാണ് IP ബിനു, ആറ്റുകാൽ ഉണ്ണിയും ഒക്കെ നേതൃത്വത്തിലാണ്. IP ബിനു പിന്നെ നിപ്പി കറങ്ങി നിന്നുകൊണ്ടായിരുന്നു മുട്ട പറക്കി എറിഞ്ഞുകൊണ്ടിരുന്നത്. പ്ലാസ്റ്റിക് കവർ മുട്ട കൊണ്ട് പുള്ളി ഓടിവിടുന്ന വിഷയമുണ്ടായിരുന്നു. അതുകൊണ്ട് മുട്ട പറക്കി എറിയാണ്, ഗ്ലാസ്സിലോട്ട് എറിയാണ് വണ്ടിയുടെ. അപ്പോൾ അന്ന് ഇവർ വിചാരിച്ചത് ഇന്ന് ജയിലിൽ പോകാം, ഒരാഴ്ച കഴിയുമ്പോൾ ഇനി ഇറങ്ങിപ്പോരാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതിൽ 67 ദിവസം കിടക്കേണ്ടി വന്നു. പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ഗീനാകുമാരിയുടെ ദയാദാക്ഷിണ്യം കൊണ്ട് ഒരു പ്രമോദ് കുമാർ എന്ന് പറഞ്ഞൊരു 9ാം പ്രതി ഇതിനിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു മാസം മുമ്പ് തന്നെ ജാമ്യമൊക്കെ കിട്ടി. അയാളെ രക്ഷപ്പെട്ടു. 9 പേർക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഇനി ബാക്കിയുള്ളവർ അകത്ത് കിടക്കുകയാണ്. 25 പേരുണ്ട് അകത്ത് കിടക്കുന്നത്. ഇനി അറസ്റ്റ് ചെയ്യാൻ ആളുണ്ട്. ഒരുപാട്. മാത്രമല്ല ED ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നു. അവർക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. 7 കോടി രൂപ അവർ ആവശ്യപ്പെട്ടു. ഒരാൾക്ക് 7 ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. ഒരാൾക്ക് 1 കോടി രൂപ വെച്ച് 7 പേർക്ക് 7 കോടി. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ പോലും കുറച്ച് കാശ് കെട്ടി വെക്കേണ്ടി വരും. ഈ പറയുന്ന ഇപ്പൊ ഈ ആദ്യം കയറിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇതില് ഈ 3 പേരുടെ കാർ അടിച്ചു തകർത്ത വകയിൽ ഇപ്പൊ തന്നെ അവർക്കൊരു 3-4 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഒരു പൂർണ്ണമായി അടിച്ചു തകർത്ത കാരണം ഇൻഷുറൻസിന്റെ തീയതി കഴിഞ്ഞുകൊണ്ട് മുഴുവൻ പൈസയും ED തന്നെ കൊടുത്തു. മറ്റവർക്ക് ഇൻഷുറൻസ് കഴിഞ്ഞിട്ടും കുറെ കൂടെ പൈസ ആയിട്ടുണ്ട്. ആ പൈസയും കൊടുത്തവർ എല്ലാം കൂടെ ഒരു 3-4 ലക്ഷം രൂപ EDക്ക് ചെലവായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, പിണറായി വിജയനെ സഹായിക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയനെ രക്ഷിക്കാൻ എന്ന പേരിൽ അവിടെ വന്നു നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിനിട്ട് പണി കൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അത് ബിനീഷ് കോടിയേരിയുടെ മറ്റും ലക്ഷ്യം വിജയം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇത് വേറൊരു വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി തൊട്ട് ഇവരൊക്കെ വീടുകൾ എടുത്താൽ വന്നാൽ ഇതുപോലെ ഇനി ആരും ആക്രമണം നടത്താനൊന്നും വരില്ല. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. EDയുടെ കാര്യങ്ങളുണ്ട്, പിണറായിയുടെ ഉണ്ട്, മകളുടെ ഉണ്ട്, ഒരുപാട് ഇനിയും കേസും കുസ്തിയൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളങ്ങ് ഇറങ്ങിയല്ലേ എന്ന് ചോദിച്ചാൽ തൻ്റെ പണി പോയി നോക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അണികൾ എത്തിയിട്ടുണ്ട്. അവരാരും ഇനി വരില്ല. അല്ലെങ്കിൽ ഇനി പണ്ടത്തെ പോലെ നമ്മൾ TP കൊല്ലാൻ വിളിച്ചതുപോലെ ആളുടെ വാടകയ്ക്ക് നമുക്ക് വാടക കൊണ്ടുവരേണ്ടി വരും. അല്ല, പിണറായി വിജയൻ ഇപ്പോഴും അതിശയമാണ്. ഈ എവിടെ നിന്ന് വന്നു ഇവന്മാർ, എന്തിനു വേണ്ടി വന്നു? ഞങ്ങളാരും പ്ലാൻ ചെയ്ത സംഭവമല്ല, ഇത് പ്ലാൻ B ആണ്. ഇവന്മാർ എന്തിനു വന്നതാണ് എന്നാണ്. അല്ല, ഇതിനകത്ത് നമ്മൾ പറയുമല്ലോ, ഈ CJPയുടെ സമരത്തിൽ ദേശവിരുദ്ധർ കടന്നുകൂടി എന്ന് പറയുന്ന പോലെ തന്നെ ഈ സമരത്തിൽ പിണറായി വിരുദ്ധർ കൂടി കടന്നുകൂടി എന്നുള്ളതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. പിണറായി CPM-കാരെല്ലാവരും പ്രാർത്ഥിക്കണം എത്രയും വേഗം പിണറായി ഈ ബാധ്യത ഒന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത CPM-കാർ ആരും കേൾക്കില്ല. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു പ്രാർത്ഥനയുടെ ഒരു പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമായി മാറിയതായിരിക്കാം ഇത്. 67 ദിവസം ജയിലിൽ കിടന്നാലും പിണറായി വിജയനെതിരെ ED കടുപ്പിച്ചില്ലേ? നിലപാടെടുപ്പിച്ചു, അതൊരു സത്യമാണ്. ED നിലപാട് കടുപ്പിച്ചു. മാത്രമല്ല മോളെ ചോദ്യം ചെയ്തു. പിന്നെ ഇവരുടെ പഴയ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട്, ഇവരുടെ മൊഴികൾ പുറത്തുവിട്ടു. കരിമണൽ കർത്ത പറഞ്ഞു, ഈ പൈസ ഞാൻ സേവനം വാങ്ങിയിട്ട് വാങ്ങിയിട്ടില്ല, ഞാൻ പിണറായിയുടെ മോളായോണ്ട് അങ്ങ് കൊടുത്താണ്. അതായത് അച്ഛനുള്ള പണം മകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് കർത്ത തീർത്ത് പറഞ്ഞു. അതോടുകൂടി ഏതാണ്ട് ഒരു പരുവത്തിലായി നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രളയം വരുന്നത്. തൽക്കാലം ഇതെല്ലാം മറന്ന് ക്യാപ്റ്റൻ പെട്ടെന്ന് ചാടി എണീറ്റു, അണികൾ ചാടി എണീറ്റു, എല്ലാവരും റെഡിയാണ്. അല്ല, ക്യാപ്റ്റൻ എണീറ്റില്ല. ക്യാപ്റ്റൻ ഇതുവരെ എണീക്കാൻ പറ്റില്ല. ആരും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള തീരുമാനമായിട്ടില്ല. മറ്റേ കേസ് എന്തായാലും ക്യാപ്റ്റൻ ചില പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഈ 31-ാം തീയതി പുലർച്ചെയാണ് ഈ വലിയ പ്രളയം ഇവിടെ ഉണ്ടാവുന്നത്. പത്തനംതിട്ട ജില്ലയിലും റാന്നിയിലും ആറന്മുളയിലും ഇടുക്കിയിലും ഒക്കെ ഉണ്ടാകും. ഇടുക്കി പിന്നെ കോട്ടയത്ത് പൂഞ്ഞാറ്റിൽ ഉണ്ടാകുന്നത്, അവിടെയൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അന്നാണ്.
അന്ന് രാവിലെ തൊട്ട് പിണറായി വിജയൻ ആയിരുന്നെങ്കിലോ എന്നൊരു ചോദ്യം അങ്ങോട്ട് ഉയരാൻ തുടങ്ങി. എന്നിട്ട് ഇദ്ദേഹത്തിന് എന്താ ചിരിക്കുന്ന ആളിലല്ല കാര്യം, ചിരിയിലല്ല കാര്യം, ഒരു ചിരിയിലല്ല കാര്യം, ഒരാളുടെ കാര്യം, അതൊക്കെ പറഞ്ഞ് അതായത് ഈ ഉണ്ടായ ദുരന്തമെല്ലാം പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഈ സൂപ്പർ ഹീറോ ആയിട്ട് വന്ന് രണ്ട് കൈയും വെച്ച് തടഞ്ഞു നിർത്തിയേനെ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം ഭയങ്കര സംഭവമല്ലേ, ഒരു പിടിച്ച വാള് പക്ഷേ വേണം മുന്നിൽ. അതെ, വാളും കത്തി ഇങ്ങനെ നിൽക്കണം, അപ്പോൾ അദ്ദേഹം വരും. അല്ല, പറന്നു വരും. 2018 പ്രളയം ഓർക്കുന്നുണ്ട്. അതെ, ഈ 2018 പ്രളയം ഓർക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പിണറായി വിജയൻ പറ്റിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അതെ, രമേശ് ചെന്നിത്തല ആദ്യത്തെ ദിവസം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു. ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും ഡാം തുറന്നു വിട്ടുവെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ഈ ഒരുപാട് വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നപ്പോൾ ഉടനെ പിണറായി വിജയൻ, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കേണ്ട നിങ്ങൾ, ഈ സംസ്ഥാനത്തിനൊപ്പം നിൽക്കേണ്ട നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ജനവിരുദ്ധനാണെന്നും പറഞ്ഞു ഇയാൾ ഈ സംസ്ഥാന വിരുദ്ധനായിട്ട് ചെന്നിത്തലയെ പ്രഖ്യാപിക്കുന്നു. പാവം ചെന്നിത്തല പേടിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പിണറായി വിജയൻ വിളിക്കുന്നു, വരൂ പ്രതിപക്ഷ നേതാവ് വരൂ, നമുക്ക് ഈ ദുരന്തമൊക്കെ കണ്ടുവരാം. ഈ ദുരന്തമൊക്കെ കണ്ട് ഹെലികോപ്റ്ററെ പറന്ന് കടന്ന് മതി മറന്ന് ചെന്നിത്തല ലാൻഡൊക്കെ ചെയ്ത് ഒന്നും മിണ്ടുന്നില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും പ്രതിപക്ഷത്തിന് ഒന്നും അനക്കമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവന്മാർ നമ്മളെ പറ്റിച്ചതാണ്. കാരണം ഇതിൻ്റെ ആ പീക്ക് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ പ്രതിപക്ഷം കൂടെ അങ്ങ് ഇറങ്ങിയിരുന്നെങ്കിൽ അന്നോടുകൂടി പിണറായി വിജയൻ താഴെ പോയി. അത് അവർ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തു, ആ രീതിയിൽ കൊണ്ടുവന്നു. ഇത്ര ഉടായ്പകൾക്ക് അവരെ പോയിട്ടുള്ളൂ, നമ്മൾ സംഭവിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലും അതിന് നമ്മൾ ഗംഭീരമാണ് അവരുടെ ആ ഒരു. അല്ല, എന്നിട്ട് അതിൻ്റെ പേരിൽ സാലറി ചലഞ്ച് കൊണ്ടുവരുന്നു, നാട് മുഴുവൻ ഇറങ്ങി പിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് പിരിക്കുന്നു. ഇതെല്ലാം ഈ അണ്ണന്മാർ പുട്ടടിക്കുന്നു. ഓരോ ഏരിയ സെക്രട്ടറിമാരൊക്കെ ഈ പ്രളയ ഫണ്ടുമായിട്ട് മുങ്ങുന്നു. രക്തസാക്ഷിയുടെ ഫണ്ട് പുട്ടടിച്ചവന്മാരൊക്കെയാണ് ഇനി ഈ വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് പുട്ടടിക്കാൻ ബുദ്ധിമുട്ട്. മാത്രമല്ല വേറെ വലിയ സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ പേരക്കുട്ടി എല്ലാത്തിനും വിളിച്ചോണ്ട് നേരെ പോയില്ല, അടുത്ത നേരെ റൂം ഫോർ റിവർ പഠിക്കാൻ പോയി നെതർലാൻഡ്സിൽ പോയി. എന്ന് പറഞ്ഞാൽ എങ്ങനെ മഴയുണ്ടാകുമ്പോൾ കനത്ത മഴയുണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാതെ തടയാം, നഗരങ്ങൾ എങ്ങനെ വെള്ളത്തിനടിയിലാകാതിരിക്കും, ഗ്രാമങ്ങൾ എങ്ങനെ വെള്ളത്തിനടിയിലാകാതിരിക്കും, ഇതൊക്കെയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് ഇന്ന് ഒരാൾ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ പ്രമുഖനായ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകർ കമന്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ആ ഫോട്ടോ ഉണ്ട്, ഇദ്ദേഹം പേരക്കുട്ടി എല്ലാവരും അവിടെ പോയി മറ്റേ റൂം ഫോർ റിവറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അന്നത്തെ അവിടുത്തെ ഇന്ത്യൻ അംബാസഡർ മലയാളിയായ ശ്രീ വേണുരാജാവാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ്, ഈ സന്ദർശനം കൊണ്ട് ഒരേ ഒരു പ്രയോജനം, ഇദ്ദേഹത്തെ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി റിട്ടയർ ചെയ്ത് വന്നപ്പോഴാണ്. ഈ വേണുരാജാവ് അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും റൂമിനകത്ത് വാട്ടർ ഇറങ്ങി വന്നു. അപ്പൊ റൂം ഫോർ റിവർ ആയി. റിവർ കയറി വീടിന്റെ അകത്തെ എല്ലാ റൂമിലും വന്നു, ഒരു റൂമിൽ ഇത്രയും പേരും കൂടെ പോയി വണ്ടിക്കൂലിയും മറ്റു ചെലവുകളും എത്ര കോടിയായി കാണുന്ന. റൂം ഫോർ റിവർ അല്ല, റിവർ ഇൻ റൂം. ആ ഇച്ചിരി ചെറിയൊരു മാറ്റമുണ്ട്. ഒരു സിനിമയിൽ ജഗദീഷ് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തുണി കരിഞ്ഞു പോകും. അപ്പൊ തുണിയുടെ ആള് വന്നിട്ട് ചോദിക്കും, ഇത് കഴിഞ്ഞോന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞു, പക്ഷെ സ്വല്പം കരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ചെറിയൊരു ഭേദഗതിയുണ്ട്. റൂം ഫോർ റിവർ അല്ല, റിവർ ഇൻ റൂം. മൂന്നാം ഊഴം കിട്ടിയിരുന്നെങ്കിൽ അടുത്ത രാജ്യം കണ്ടുപിടിച്ചാണ്. അല്ല, പിണറായി ആയിരുന്നെങ്കിലോ എന്നുള്ള ഈ തള്ളിനിടയ്ക്ക് പിണറായി തള്ളു രാവിലെ തൊട്ട് സ്തുതികളാ, വേറെ ഒന്നുമില്ല. നമ്മൾ ഫേസ്ബുക്ക് തുറക്കുമ്പം ഇവിടെ മൊത്തം പരാജയമാണ്, ഇവിടെ ഭക്ഷണം കിട്ടുന്നില്ല, ഇവിടെ ആർക്കും ഒന്നും കിട്ടുന്നില്ല, ഇവിടെ ഒന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. ഇവിടെ വെള്ളം കയറി വരുന്നു, ഇവരെ രക്ഷിക്കാൻ ആളില്ല, ബ്രിഗേഡില്ല, യൂത്ത് ബ്രിഗേഡ് ഡിവൈഎഫ്ഐയുടെ ഇല്ല, അവരില്ല ഇവരില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റിനകത്തൊരു വാർത്ത വരുന്നത്. ലൈവിനകത്താണ് ആറന്മുളയിൽ കോഴഞ്ചേരി താലൂക്കിൽ കോഴഞ്ചേരി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ക്യാമ്പാണ്. ഈ ക്യാമ്പിനകത്ത് ഏഷ്യാനെറ്റ് സംഘം എത്തിയിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്ന ഉടനെ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നു, അയാളുടെ അടുത്തൊരു അമ്മച്ചി നിൽക്കുന്നു. ഈ ചെറുപ്പക്കാരനെ നമുക്ക് കണ്ടാൽ നല്ല പരിചയം, ചെറുപ്പക്കാരനെ നമുക്ക് അറിയാം, നല്ല പരിചയമുണ്ട്. ഈ അമ്മച്ചി നിൽക്കുന്നു. ഈ അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് ഏഷ്യാനെറ്റുകാർ ചോദിക്കുന്നു, അമ്മച്ചി ഇത് എന്ത് പറ്റിയതാ? ഇവിടുത്തെ ഭരണം കൊള്ളത്തില്ല, ഇത് ഇവന്മാരെ കൊണ്ട് എന്തിനു കൊള്ളാം, വിജയനായിരുന്നു നല്ലത് എന്ന് പറഞ്ഞ് അമ്മച്ചി ഒരു പോക്ക് പോകുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഈ യുവാവിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഈ യുവാവ് പറയുന്നു, ഇവിടെ ഒരു സാധനവും വന്നിട്ട് ഇത് ഇങ്ങനെയാണോ ക്യാമ്പ്, ഇവിടെ വെട്ടമില്ല, വെളിച്ചമില്ല, കുടിവെള്ളമില്ല, പ്രാഥമിക ആവശ്യമുള്ള വെള്ളമില്ല, ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല, ഭയങ്കരമായിട്ട് കത്തിക്കായിരുന്നു. എന്തായാലും ഈ അമ്മച്ചിയുടെ വിജയനായിരുന്നു നല്ലത് എന്നുള്ള സംഭവം മിനിറ്റുകൾക്കുള്ളിൽ CPM സൈബർ ഹാൻഡിൽ ഒത്തിരി നാളായിട്ട് തുരുമ്പ് പിടിച്ച് കിടക്കുമല്ല
കനത്ത തോൽവിക്ക് ശേഷം പലരുടെയും ബോധം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടില്ല. യുവമാർക്കൊക്കെ പൊടുന്നനെ കോമായി കിടന്ന യുവമാരൊക്കെ ചാടി എണ്ണീച്ചു 2 മാസത്തിന് ശേഷം ചാടി എണ്ണീറ്റ് വിജയനുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലോ അതായത് ദൈവമില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നത് പോലെ ഒരു പരസ്യത്തിനാണ്, സാമ്പ്രായുടെ പരസ്യം, വിജയൻ ഉണ്ടായിരുന്നെങ്കിലോ എന്നുള്ള രീതിയിലാക്കി. അല്ലെങ്കിൽ വിജയൻ അന്നില്ലായിരുന്നെങ്കിലോ എന്ന് 2010 പോയി നമ്മൾ തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഓക്കെ കടപ്പുറത്ത് നിന്ന് ഓടി ഒഴവ് തെളിഞ്ഞ കാറ് പോലും ഇല്ലാതെ സ്വന്തം കാറോടി കടമ്പളിയിലെ കാലക്കാർ ഓടി രക്ഷപ്പെട്ടു. കിട്ടണമെങ്കിൽ അതാണ് വിജയൻ ഇല്ലായിരുന്നെങ്കിലോ എന്നുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇത് ഭയങ്കര സർക്കുലേഷൻ. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതെന്താണ് ഇതിനിടയ്ക്ക് ഈ രാഷ്ട്രീയം കുത്തിക്കയറ്റിയിരിക്കുന്നത് എന്തിനാണ്? അവിടെ കുടിവെള്ളം കിട്ടിയിട്ടില്ല, ശരിയാണ്. ഒരു ക്യാമ്പ് തുറന്നാൽ ഉടനെ അവിടെ എല്ലാം കിട്ടണമെന്നില്ല. അത് അബിൻ വർക്കി MLA തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ആൾക്കാരെ എല്ലാം ക്യാമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഐറ്റംസ് തിരക്കിപ്പോൾ. ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബ്രെഡും പഴവും വെള്ളവുമാണ് കൊടുക്കാൻ പറ്റുള്ളൂ, അതേ കൊടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് അവിടെ ചിക്കൻ ബിരിയാണി കൊടുക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി കിച്ചൺ ഒന്നും തുടങ്ങാനുള്ള സംവിധാനമില്ല, അരിയും സാധനം ഒന്നുമില്ല. അപ്പോൾ ഇവർ ഈ ആറന്മുളയിലും കോഴഞ്ചേരിലും പ്രാന്തപ്രദേശം ഒക്കെ നോക്കുമ്പോൾ കടകളെല്ലാം പൂട്ടിക്കഴിഞ്ഞു. കാരണം വെള്ളം ഇരച്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് ഫുഡ് എത്തിക്കാൻ വയ്യ. പിന്നെ അവർ പത്തനംതിട്ടയും ഒക്കെ വന്നിട്ടാണ് ഫുഡ് വാങ്ങി അവിടെ കൊണ്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു താമസമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ വല്യമ്മ അങ്ങ് ഹിറ്റായി, ഈ അമ്മച്ചി അങ്ങ് ഹിറ്റായി. ഒരേ അമ്മച്ചി ഇങ്ങോട്ട് വന്നു നിന്ന് വ്യക്തമായ ഭാഷയിലാണ് രാഷ്ട്രീയം പറയുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പുറത്തെ ഒരാളെ നോക്കിയിരിക്കുകയാണ്. പിന്നീടാണ് ഈ അപ്പുറത്ത് നിന്ന ആളാരാണെന്നും എന്താണെന്നുള്ള ക്ലൈമാക്സ് വരുന്നത്. വ്യക്തമായ ഭാഷ അമ്മച്ചി ഇത് പറയുന്നു. പറഞ്ഞു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ സൈബർ ടീംസ് എല്ലാം കൂടെ ചെന്ന് അമ്മച്ചിയോട് ചോദിക്കുന്നു. അമ്മച്ചി അപ്പോഴേ എടുത്തിട്ട് പറയുന്നു, എൻ്റെ പൊന്നു മോനെ എന്നോട് ബിജിലി മോൻ പറഞ്ഞു. അതായിരുന്നു ബിജിലി മോൻ. അപ്പുറത്ത് ഒന്നും അറിയാത്ത പോലെ മേലോട്ട് നോക്കുന്ന ആളാണ് ബിജിലി മോൻ. ഈ ബിജിലി മോനാണ് ഈ നാശം എല്ലാം കൂടെ ഒപ്പിച്ചത്. ഈ ബിജിലി മോൻ പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞു. ഉടനെ ഇത് ഇന്നലെ രാത്രിയോടുകൂടി ബിജിലി മോൻ ഭയങ്കര ഫേമസ് ആയി. അമ്മച്ചിയൊക്കെ ഫേമസ്. മുഖ്യമന്ത്രി കാരണം തർക്കം നടക്കുന്ന സമയത്ത് KC വേണുഗോപാലിന് വേണ്ടി ഫ്ലക്സ് ഉണ്ടാക്കിയ CPM സഖാവ് കുടുങ്ങി. അതുപോലെ ബിജിലി മോൻ ഫേമസ് ആയി. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ബിജിലി മോൻ ലോകമെമ്പാടും അറിയപ്പെട്ടു. ബിജിലി മോൻ പ്രശസ്തനായി എന്ന് മാത്രമല്ല, ഹിന്ദിയിലെ വൈദ്യുതി എന്നാണ്. പക്ഷെ പുള്ളിയുടെ വൈദ്യുതി പക്ഷെ രാത്രി ആയപ്പോഴത്തേക്ക് ഇവർ അപകടമാണ്. ഉടനെ തന്നെ അവർ പാർട്ടി ചാനലിനെ രംഗത്തിറക്കി, റിപ്പോർട്ടർ ടി വിയെ രംഗത്തിറക്കി ബിജിലി മോൻ്റെ ഇൻ്റർവ്യൂ ബൈറ്റ് കൊടുക്കുന്നു. ബിജിലി മോൻ പറയുന്നു, അവർ കോൺഗ്രസ്സുകാരിയാണ്, ഞാൻ അവരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവർ കോൺഗ്രസ്സുകാരിയാണ്, അവരുടെ മകൾ പഞ്ചായത്തിൽ എന്തോ ജോലിയുണ്ട്, കോൺഗ്രസ്സുകാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. പക്ഷേ അതിനോടൊക്കെ എന്ത് പറ്റി, ഇവിടെ രാഹുൽ മാങ്കൂട്ടവും ബാക്കിയുള്ള കോൺഗ്രസിലെ മിടുക്കന്മാരെല്ലാം കൂടെ ചേർന്ന് ഇതെല്ലാം കൂടെ ബിജിലി മോൻ്റെ തലക്കോട്ടും പിണറായി വിജയൻ്റെ തലക്കോട്ടും വെച്ചു കൊടുത്തു. രാവിലെ പോലെ തള്ളി പിണറായി വിജയനെ ഇങ്ങനെ തല്ലിപ്പൊളി വണ്ടി എന്ന് പറഞ്ഞ് തല്ലി കൊണ്ടുവന്നായിരുന്നു. ധുമ്മെന്ന് പറഞ്ഞ് അത് ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല, ഈ പാതിരായിക്ക് ഇദ്ദേഹത്തിൻ്റെ ലൈവ് വന്നു. ഈ ബിജിലി പിന്നെ കൈരളി ചാനൽ പിന്നെ ആദ്യം അവരുടെ പാർട്ടി ചാനലായിട്ടുള്ള റിപ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ വെള്ള പൂശാൻ ഇവരാണല്ലോ ആദ്യമേ ഇറങ്ങുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ ബിജിലിയാണ് ഇതിൻ്റെ പിന്നിലെ സൂത്രധാരൻ എന്ന് നാട്ടാരറിഞ്ഞു. ഭയങ്കര കോമഡിയായി മാറി. അങ്ങനെ ഇന്ന് രാവിലെ വീണ്ടും ഒരു ചാനൽ അവിടെ ചെന്ന് അമ്മച്ചിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അമ്മച്ചി നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടാണ് നിൽക്കുന്നത്, പല്ല് തേക്കാണ്. അമ്മച്ചി ആ പല്ല് തേക്കുന്നത് പേസ്റ്റും ഒക്കെ ഒലിപ്പിച്ച് ബ്രഷും ഒക്കെ ഇട്ട് ഒരച്ചുകൊണ്ടാണ് നിൽക്കുകയാണ്. അന്ന് പറഞ്ഞാൽ സമയം ഒട്ടും കളയാനില്ല, പെട്ടെന്ന് വെള്ളപൂശി വിജിലിയെ പിണറായി വിജയനെ രക്ഷിക്കണം. അതിന് അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് അമ്മച്ചി പറഞ്ഞു, മോനെ എൻ്റെ മോള് കോൺഗ്രസ്സുകാരിയാണ്, അതുകൊണ്ട് അവർ കോൺഗ്രസ് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവിടെ ജോലി പോകാതെ ഇതാ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ അമ്മച്ചി വീണ്ടും എയറിലായിട്ടുണ്ട്. ഈ അമ്മച്ചിയെ ഇനിയും വൈകിട്ട് കോൺഗ്രസ്സുകാരി എന്ന് കണ്ടിട്ട് വേണം പറയാൻ. എന്നെ CPMകാർ വന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇതിനിടയ്ക്കൂടി ഈ സംഗതി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ ഗൗരവത്തോടെ കണ്ട ഒരു വിഷയം, ഈ പ്രളയം അതിരൂക്ഷമായിട്ട് തുടരുകയാണ് പത്തനംതിട്ട ജില്ലയിൽ, വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും കരുതൽ വേണം, നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അത് റീൽസ് എടുത്ത് ആഘോഷിക്കാനൊക്കെ ഒരുപാട് ഇറങ്ങി പുറപ്പെടും. അത് പിന്നെ ഈ നമ്മുടെ ഈ ഹൈ റേഞ്ചിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ വലിഞ്ഞേറി ചെല്ലും. അതൊക്കെ തന്നെ വലിയ തോതിലുള്ള അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. നമ്മൾ കുറേ ശ്രദ്ധിക്കുക. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തായാലും ഭാഗ്യവശാൽ ഇടിമിന്നലൊന്നും ഉള്ളതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല, കൊടുങ്കാറ്റും ഇല്ല, മഴ ശക്തമായി പെയ്യുന്നു, മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു എന്നുള്ള മാത്രമാണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകട സാധ്യത. എങ്കിൽ പോലും അതിനെ വളരെ കരുതലോടുകൂടി തന്നെ നമ്മൾ നേരിടണം.
നിസ്സാരമായി കാണരുത്. അല്ല, ഈ ഇതിനകത്ത് വേറൊരു ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചായിരുന്നു CPM-കാരുടെ വേറൊരു ആറ്റിറ്റ്യൂഡ്. അതായത് ഈ ജനങ്ങളെല്ലാം മുങ്ങി മരിച്ചോട്ടെ, ഈ ജനങ്ങളുടെ എല്ലാം വീട്ടിൽ വെള്ളം കയറിക്കോട്ടെ, നീയൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്തതിന്റെ നീയൊക്കെ ഇത് അനുഭവിച്ചോ എന്നുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നതല്ല. ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങുകൾ കാണുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലായത്. അന്ന് നിങ്ങൾ എന്തോർത്തിരിക്കുകയായിരുന്നു? നിങ്ങൾ അന്ന് ഇവർക്ക് വോട്ട് ചെയ്തില്ലേ? ഇപ്പം ഞങ്ങളായിരുന്നെങ്കിൽ വന്ന് രക്ഷിക്കത്തില്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് നിങ്ങളുടെ വീടും പറമ്പും എല്ലാം ഞങ്ങൾ വൃത്തിയാക്കി തരും. ഇവർ സന്നദ്ധ സംഘടനയാണെങ്കിൽ, ഇവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അവരിത് പറയാൻ നിൽക്കില്ല. മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ ഇപ്പോഴുള്ളത് NGO യൂണിയനിൽപ്പെട്ടവർ തന്നെയാണല്ലോ. ഈ കാര്യങ്ങൾ താലൂക്ക് തലത്തിലാണെങ്കിലും വില്ലേജ് തലത്തിലാണെങ്കിലും ചെയ്യേണ്ട കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ഇടതുപക്ഷക്കാരാണ്. ഈ ക്യാമ്പുകളെല്ലാം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ്. കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഈ CPM എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം പാർട്ടിയാണ്. അവരുടെ പ്രതികാര മനോഭാവം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരം ക്രൂരമാണ്. അതുകൊണ്ടാണല്ലോ TP ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ അവരെ വിട്ടിട്ട് പോയാൽ അവർ പിന്നെ അവരുടെ രാഷ്ട്രീയ കക്ഷിയെക്കാളും അതായത് അവനെ പിന്നെ അവരെന്താ പറയുന്നത്, വർഗവഞ്ചകൻ എന്നാണ് വിളിക്കുന്നത്. അവനെ കൊല വിളിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പാർട്ടി ഇതാകത്തുള്ളൂ. ഇതൊരു പഴയ സ്കൂളാണ് കേട്ടോ. ഇത് പണ്ടത്തെ ഈ പ്രാക്തന കാലത്തെ മനുഷ്യൻ ഒട്ടും പുരോഗമിക്കാത്ത കാലത്താണ് ഈ എതിരാളി കൊല്ലുക എന്നുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരിപ്പോഴും നേരം എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് പലരും. അതേ രീതിയിലാണ് ഇപ്പൊ ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇത് ഈ സംഭവിച്ചിരിക്കുന്ന അതേ രീതിയിലാണ്. നിങ്ങളെ ഇനിയിപ്പം എന്താ പറയുന്നത്, നിങ്ങൾ അവരെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റി, നിങ്ങളെ ചുമക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. നിങ്ങൾ അവരോട് പറയൂ. നിങ്ങൾ ചിരിക്കുന്ന മുഖ്യമന്ത്രിയോട് പറയൂ. ചിരിക്കുന്ന മുഖ്യമന്ത്രിയേക്കാൾ ചിരിക്കാത്ത മുഖ്യമന്ത്രിയാണല്ലോ നല്ലത്. അതായത് നിങ്ങൾ ചിരിക്കുന്ന പൂക്കിയോട് പറയൂ. പൂക്കി താണ്ട കോഴിക്കാലും കടിച്ച് നടക്കുന്നു, നിങ്ങൾ പൂക്കിയോട് പറയൂ എന്നാണ് ഇവരുടെ. ഏതായാലും മുഖ്യമന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു. അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ ഒരു പ്രളയം എന്തിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഒരു വെറും തറ പാർട്ടിയായിട്ട് CPM. രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമല്ല, സാമ്പത്തിക മുതലെടുപ്പ് ഉണ്ടല്ലോ. ഇതിന്റെ പേരും പറഞ്ഞ് പിരിച്ച പൈസ, ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ പിരിച്ച പൈസ എവിടെയാണ്? അതിന്റെ കണക്കോലും വന്നിട്ടുണ്ടോ? ഒരു ഇതുമില്ല. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ പാവപ്പെട്ട ഇപ്പൊ റാന്നിയിലൊക്കെ എന്ന് പറഞ്ഞാല് ഇന്നലത്തെ നമ്മുടെ തന്നെ ഒരു സ്റ്റോറി ഉണ്ട്. 2018 ഒരു കട മുഴുവൻ നശിച്ച് 25 ലക്ഷം രൂപയുടെ നഷ്ടം വന്ന കടയാണ് അത്. ഈ പ്രളയമെല്ലാം കഴിഞ്ഞ് 20 ലക്ഷം രൂപയ്ക്ക് അയാൾ വീണ്ടും സ്റ്റോക്കെല്ലാം എടുത്ത് കട തുറന്നു വെക്കും. വീണ്ടും പ്രളയം വന്നത്, അത് മുഴുവൻ നശിച്ചു പോയി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ് കൊണ്ട് മൊത്തം വിചാരിച്ചാൽ പറ്റും ഒരാൾക്ക് ഒരു 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ ഉണ്ടാക്കുക. സാധാരണ ഒരു കച്ചവടക്കാരൻ ലോൺ എടുത്തും കടം വാങ്ങിയൊക്കെ തന്നെ ചെയ്തില്ല. ഓണമല്ലേ പറഞ്ഞു, നല്ല സീസൺ ആയതുകൊണ്ട് ബിസിനസ് നടക്കുന്ന വിചാരിക്കും. അപ്പൊ ഇവരുടെ ആഹ്വാനം ഇപ്പൊ എന്താണെന്നറിയോ? ഇന്ന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഒറ്റ ഒരുത്തം കൊടുക്കാൻ പാടില്ല. അതായത് നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്, കോൺഗ്രസിനും കൊടുക്കരുത്, അവർക്കും കൊടുക്കരുത്. ഇവരാണ് പിടിച്ചു പറിച്ചത് ദുരിതാശ്വാസ നിധിയിലേക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ജീവനക്കാരുടെ ശമ്പളം വിരട്ടി വാങ്ങിച്ചതാണ്. ജീവനക്കാരുടെ ശമ്പളം മാത്രമല്ല, ഓരോ സ്ഥാപനങ്ങളിലും കയറി ഇവർ വിരട്ടി, ഓരോ ഡിപ്പാർട്ട്മെന്റിലും കയറി വിരട്ടി. എല്ലാവരും കൊടുക്കാത്തവരെ സ്ഥലം മാറ്റി. ഇവിടുന്ന് കാസർഗോഡ് സ്ഥലം മാറ്റിയവരുണ്ട്. ഈ സാലറി ചലഞ്ചിന് പൈസ കൊടുത്തില്ലെന്നും പറഞ്ഞ് സ്ഥലം മാറ്റിയവരുണ്ട്. ഒടുവിൽ ജീവനക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു ഈ സാലറി ചലഞ്ച് തടയാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കണം. ഒരു സർക്കാർ ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് അവന്റെ ശമ്പളത്തിന്റെ പകുതിയിലേറെയും. പക്ഷേ അന്ന് ഈ ഇടതുമുന്നണിയുടെ അല്ലെ NGO യൂണിയന്റെയും KSTയുടെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഇവരെ തെറി വിളിക്കുന്ന കേൾക്കാമായിരുന്നു. പക്ഷെ അവർ പുറത്ത് പറയത്തില്ല. ഇവർ പരസ്പരം ചീത്ത വിളിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ ഇത് പോയെന്നും പറഞ്ഞു. അതായത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ പിടിച്ചു പറിക്കുന്നത് കണക്കോ കയ്യോ ഒന്നും തന്നെ ഇല്ല. മാത്രവുമല്ല, ഇവർ വളരെ വ്യാപകമായ തോതിൽ അന്ന് പിരിച്ചിട്ടുണ്ട്. ഇതിനൊന്നും യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലായിരുന്നു. ഇത് ആളുകൾക്ക് ഇത് പിന്നീട് ഫലപ്രദമായ രീതിയിൽ കൊടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് യാതൊരു സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷക്കാർ ഒരു ഇതിട്ടൊക്കെയാണ് അങ്ങനെ UDF കാലവും കഴിഞ്ഞു പോകും എന്ന്. ഇത് വെള്ളപ്പം കഴിയുമ്പോഴേക്കും താഴെ വേറെ തന്നെ ഇട്ടിട്ടുണ്ട്. പ്രളയയുടെ കാലത്ത് ഞങ്ങൾ കണ്ടതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് നടത്തി തട്ടിപ്പും വെട്ടിപ്പിന്റെ ഒക്കെ കഥകൾ. എന്തായാലും ഈ ജീവനക്കാരുടെ പോക്കറ്റ് കയറ്റു വരുന്ന സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, ഇവർ പരസ്യമായിട്ട് നിങ്ങൾ ആരും കൊടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്യാൻ നല്ലതാണ്. ആളെല്ലാം പൈസ കൊണ്ട് കൊടുത്തോളൂ. അതാണ് അവർ ഇല്ല, നിങ്ങൾ പരസ്യമായിട്ട് അവർക്ക് കൊടുക്കരുത്, ഞങ്ങൾക്ക് തരാൻ വേണേ പറയും. അതാ പിന്നെ നല്ലതായിരിക്കും, ഇതിനെക്കാട്ടി നല്ലതായിരിക്കും. ഇതുപോലെ കൈയിട്ട് വാരി ഒരുത്തം ഇന്ന് രാജി വെച്ചിട്ടുണ്ട്. അതെ. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് മറുനാടൻ മലയാളി ഈ ഒരു യജ്ഞമായിരുന്നു. അത് ഇന്നാണ് ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നത്. അതിനകത്ത് കോടതിയുടെ ഒരു പരാമർശം നിർണായകമായി. ഖാദി ബോർഡ് സെക്രട്ടറി ആയിട്ടുള്ള KA രതീഷ്, അതായത് തോട്ടണ്ടി ഇറക്കുമതി കേസിലെ വിജിലൻസ് അന്വേഷണത്തിലൂടെ പ്രതിയെന്ന് കണ്ടെത്തി പിന്നീട് CBI കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള ഒന്നാം പ്രതി
കശുവണ്ടി വികസന കശുവണ്ടി കോർപ്പറേഷന്റെ കോർപ്പറേഷൻ MD ആയിരുന്നു കാലത്ത്. ആ ഒന്നാം പ്രതിയായിട്ടുള്ള രതീഷിനെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. പിണറായി വിജയനാണ് പൊതിഞ്ഞു പിടിച്ചത് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതെ. ചേർത്ത് പിടിച്ചു അദ്ദേഹം. ക്യാപ്റ്റൻ ഈ ചേർത്ത് പിടിച്ചു. KA രതീഷിനെയും അന്നത്തെ ചെയർമാനായിരുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ 2006-2015 ഏറ്റവും അവസാനത്തെ ടൈമിൽ ചെയർമാനായിരുന്ന INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള R ചന്ദ്രശേഖരനെയും ഇവരെ രണ്ടുപേരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും കൊടുക്കാതിരുന്ന ആളാണ് പിണറായി വിജയൻ. മാത്രമല്ല ഈ 3 സ്ഥാനം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, കശുവണ്ടിയിൽ നിന്ന് മാറ്റിയിട്ട് 3 സ്ഥാനം ഒരുമിച്ചാണ്. അതിന്റെ എല്ലാം അധ്യക്ഷൻ മുഖ്യമന്ത്രിയായിരുന്നു, പക്ഷേ ചെയർമാൻ. ഇത് അയാളെ പക്ഷേ ഇനിയും മാറ്റാതിരുന്നപ്പോഴാണ് ഈ ഹൈക്കോടതിയിലെ കർശനമായ ഇടപെടലുണ്ടായത്. അങ്ങനെ ഒടുവിൽ മാറ്റേണ്ടി വന്നു. ഏതായാലും രതീഷിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. രതീഷ് പറഞ്ഞു, ഞാൻ നല്ലവനാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഞാനൊന്നും വാങ്ങിയിട്ടില്ല, ഞാൻ ഇത് ഉണ്ടാക്കിയതായിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ടിലും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഇവര് പ്രോസിക്യൂട്ട് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ചില പരിമിതികളുണ്ട് എനിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ. കോടതി പോകുന്നു, അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ശരിക്കും, എനിക്കൊന്നുമില്ല സർക്കാർ സ്ഥിര ഉദ്യോഗസ്ഥനാവാനുള്ള സാധ്യത കാണും. അല്ല, ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ സർക്കാരിന്റെ ശമ്പളം കൈപ്പറ്റുന്നതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഇതിലേക്ക് വരും. ഇത് എന്ന് പറഞ്ഞാൽ അർത്ഥ സർക്കാർ മലപ്പുറത്തേക്ക് പാഞ്ഞു പോകുമ്പോഴാണെന്നാണ് തിരിച്ചു വിളിച്ചതെന്നാണ്. തിരിച്ചു വന്ന് അത് വലിയ പരിപാടികളല്ലേ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഇല്ല, ഓരോ ജില്ലയിലും മന്ത്രി വെച്ചിട്ടുള്ള ഓണം ഖാദി ബോർഡിന്റെ ഓണം ഖാദി മേളയ്ക്ക് വേണ്ടി പോയ പോക്കായിരുന്നു. അന്നാണ് ഇദ്ദേഹം. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. ഇയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയായിരുന്നു. ഇയാൾ നാട് മുഴുവൻ ചടങ്ങ് സംഘടിപ്പിച്ചു. ഇയാൾ ചന്ദ്രശേഖരന്റെ ചടങ്ങിനും ഇല്ല, KA ചടങ്ങിനും പങ്കെടുക്കാൻ ഓടുകയായിരുന്നില്ല. ഇവര് നല്ലവരും ഈ ന്യായമുള്ളവരും ഒക്കെ ആണെങ്കിൽ എന്തിന് ഇവർ വിചാരണ നേരിടാൻ മടിക്കുന്നു? അതാണ് എൻ്റെ ചോദ്യം. കാരണം ഇപ്പോൾ ഇവർ പറയുന്നു ഇവർക്കെതിരെ ആദ്യം വിജിലൻസ് എൻക്വയറി വരുന്നു. ആ എൻക്വയറി നടത്തി, അത് പ്രാഥമികമായിട്ട് നടത്തിയ എൻക്വയറിയിൽ അന്നത്തെ വിജിലൻസിൻ്റെ ഇൻസ്പെക്ടറായിരുന്ന ജ്യോതികുമാർ, ഈ ജ്യോതികുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചതിന് പിന്നാലെ ജ്യോതികുമാറിനെ സ്ഥലം മാറ്റുന്നു, അദ്ദേഹത്തെ വേറെ കേസുകളിൽ ഉൾപ്പെടുത്തി സസ്പെൻഡ് ചെയ്യും. ജ്യോതികുമാർ കഴിഞ്ഞ ഇപ്പോഴത്തെ പോസ്റ്റിംഗിൽ DSP ആയിട്ടുണ്ട്. അതായത് 10 വർഷത്തിന് ശേഷം അങ്ങേര് ലോക്കലി വരിക. അയാൾ കോട്ടയം DCRBയിൽ നിന്ന് അങ്ങേരെ അമ്പലപ്പുഴ DYSP ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇവർ പിന്നെ പ്രതികാരം കള്ളക്കളി എന്നിട്ട് ഇതുവരെ പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. അത് ഈ സതീശ സർക്കാരും കൊടുത്തില്ല. ഇയാളാണിത് കണ്ടുപിടിച്ചതെന്നുള്ള ഒറ്റ കലിപ്പ് കൊണ്ട് കൊടുക്കാത്ത അങ്ങേരെ അവിടെ വെറുതെ ഇരുത്തിയിരിക്കുകയാണ് DCRBയിൽ. അങ്ങനെയുള്ള ഈ രതീഷ് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് പിണറായി വിജയന്റെ സഹായത്തോടെ പിണറായി വിജയൻ ഇവരെ പൊതിഞ്ഞു പിടിച്ചു? നേരെ അനുമതി കൊടുക്കുക നിങ്ങൾ. പ്രോസിക്യൂഷൻ CBI അന്വേഷണം നടത്തി പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടു, കുറ്റപത്രം റെഡിയാണ്, പക്ഷേ കൊടുക്കാൻ കഴിയില്ല. പ്രോസിക്യൂഷൻ അനുമതിയില്ല, സർക്കാർ കൊടുക്കണം. ഇത് സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് അത് അങ്ങനെ കൊടുക്കണം. അതായത് പൊതുമേഖലാ സ്ഥാപനമുണ്ട്, സർക്കാരിൻ്റെ അനുമതി വേണം. അങ്ങനെ വന്നപ്പോൾ സർക്കാർ പോവാണ് കോടതിയിൽ ഇവർക്ക് വേണ്ടി. ഇവിടെ സുപ്രീം കോടതി വരെ പോയി, പറ്റത്തില്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു ഉടൻ അനുമതി കൊടുക്കണം, ഇല്ല കോടതിയെ ലക്ഷ്യമാകും എന്ന് പറയുന്നു. എന്നിട്ടും വഴങ്ങുന്നില്ല. അതല്ലേ പറഞ്ഞത്, രതീഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതെ, എന്നിട്ട് എല്ലാവരും വിചാരിച്ചു സതീശ സർക്കാർ വരുമ്പോൾ ഉടനെ ഇപ്പോൾ അനുമതി കൊടുക്കും. നമ്മളൊക്കെ വിചാരിച്ചു സതീശൻ കൊടുക്കും, നമ്മളൊക്കെ വാർത്തയെ അടിച്ചു സതീശൻ ഇപ്പോൾ. പക്ഷെ സതീശനും ഇതേ നിലപാട് 3 കസേരയിൽ അദ്ദേഹം ഒരേ സമയം ഇരിക്കുകയാണ്. അതെ, സതീശൻ ഇതേ നിലപാട് തുടർന്നു. 67-ാം വയസ്സിലും തന്റെ ശക്തി തെളിയിച്ചുകൊണ്ട് അദ്ദേഹം 3 കസേര ഒരേ സമയം ഇരിക്കുക. അങ്ങനെ ഇയാൾക്ക് അവസാനം എന്തുപറ്റി, ജസ്റ്റിസ് ബദറുദ്ദീൻ സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ട് ഇത് കൊടുക്കേണ്ടി വന്നു, അനുമതി കൊടുക്കും. രാജി കൊടുത്തതിന് ശേഷം പറഞ്ഞ ഞാൻ ഒരു പാവാണെന്ന് പറഞ്ഞു. രാജി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ KM ഷാജഹാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ചോദിച്ചു, അഴിമതി വീരനെയാണോ നിങ്ങൾ ഈ 3 സ്ഥാനത്ത് ഇയാളെ എങ്ങനെ ഇയാൾക്ക് തുടരാൻ കഴിയും? മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സമിതികളാണെന്ന് ഇതെല്ലാം തന്നെ. അങ്ങനെ അവസാനം ഗതി കേട്ട് ഏതായാലും രാജിവെച്ചു. നമ്മുടെ പ്രധാന ടോപ്പിക് അതല്ല. ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചത്തേക്കുള്ള മറുപടി ഇന്ന് ഇച്ചിരി നേരത്തെ വന്ന് അദ്ദേഹം പറഞ്ഞു. VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശൻ. അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹെലികോപ്റ്ററിൽ കയറി എറണാകുളത്ത് പോയി. അത് അമ്മായിയപ്പനെ കാണുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതായിരുന്നു കമ്മികളുടെ പ്രചാരണം. അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സ കഴിയുക തന്നെയാണ്. അതെ, പക്ഷെ അദ്ദേഹം ഇത് എന്തിനാണ് പോയത് എന്നുള്ളതിന്റെ വിശദീകരണം വളരെ കൃത്യമായിട്ട് നൽകി. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഒരു കമ്പനി വന്നു എന്നാണ് പറയുന്നത്. അവർ വൈകിട്ട് അദ്ദേഹം വന്ദേ ഭാരതിന് പോകാനിരുന്നാണ്. ആ സമയം വരുമ്പോഴത്തേക്ക് അവരാദ്യം തമിഴ്നാട്ടിൽ പോയി വിജയിയെ കണ്ടു. വിജയിയെ കണ്ടിട്ട് അവിടെ ഇതിന് ഇൻവെസ്റ്റ്മെന്റിന് സ്കോപ്പ് നോക്കി അതിനുശേഷം കേരളത്തിലേക്ക് വന്നു. അവർ പെട്ടെന്ന് അറിയിക്കുകയാണ് മുഖ്യമന്ത്രിയോട്, ഞങ്ങൾക്ക് വൈകിട്ടത്തെ ഉടനെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്രയും അപ്പോൾ എന്താണെങ്കിലും അന്നേരമാണ് ഇത് ഹെലികോപ്റ്ററിൽ അദ്ദേഹം അവിടെയൊക്കെ പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് പക്ഷേ ഒരു ദുരൂഹതയുണ്ട്. എന്താണെന്നറിയാമോ? അത് ഏത് കമ്പനിയാണെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞു. അത് നിങ്ങൾ അറിയണ്ട. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ടാറ്റ കമ്പനിയെ ബന്ധപ്പെട്ട് വിവാദം ഉയർന്നതുകൊണ്ടായിരിക്കാം, പ്രതീക്ഷിക്കാം.
മാത്രം അദ്ദേഹം വേറെ കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വേണം ഇങ്ങനെ ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് പറഞ്ഞു. അത് മാത്രമല്ല, പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതല്ല, പാണക്കാട് പോയി അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക്. അദ്ദേഹം എവിടെ പോയായിരുന്നു ശരിക്കും? അദ്ദേഹം സി ഹരിദാസ് എന്ന മുൻ MP ആയിരുന്നു, രാജ്യസഭാംഗമൊക്കെ ആയിരുന്നു, MLA ആയിരുന്ന, കോൺഗ്രസിലെ വളരെ സമാധാരണീയനായ ഒരു നേതാവാണ് സി ഹരിദാസ്. അദ്ദേഹം നിലമ്പൂർ MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടാണ് അന്ന് 1980 ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം രാജ്യസഭാംഗമാക്കിയത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തെ എല്ലാവരും വലിയ ഇഷ്ടമുള്ളൊരു നേതാവ് തന്നെയാണ്. അദ്ദേഹം സന്ദർശിക്കാൻ വേണ്ടി പോയതാണ് VD സതീശൻ. അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹം 3 മണി കഴിഞ്ഞു. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അപ്പുറത്തുള്ള തന്നെ ലീഗിൻ്റെ ഒരു നേതാവിൻ്റെ വിട്ട് അവർ ഭക്ഷണം ഒരുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞ പോലെ ഒരു പറഞ്ഞതുപോലത്തെ വിഭവങ്ങളൊന്നും അവർ ഒരുക്കിയിട്ടില്ല. പിന്നെ മലപ്പുറത്ത് വലിയ സർക്കാർ പ്രിയരാണ്, നമുക്കറിയാം. അവർ നമുക്ക് വിഭവസമർത്ഥ ഭക്ഷണം തരും, നമ്മൾ അത് ചെയ്യാൻ. അല്ല, എനിക്കതിനകത്ത് മനസ്സിലായി. അതിൻ്റെ വിഷ്വലൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ ചാനലുകാർ എന്താണ് ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്. ഒരാളുടെ പ്രാഥമിക നീഡിലൊന്നാണ് ഭക്ഷണം, പ്രാഥമിക ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇനി ചിലർ ഇപ്പം നമ്മളിപ്പം ഡയറ്റ് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം ഒഴിവാക്കി വിടാമെന്ന്. ഇത് അദ്ദേഹം ചെന്ന് നിൽക്കുന്നു. അദ്ദേഹം കഴിക്കുന്നത് വളരെ ലളിതമായിട്ടാണ്. എന്തുകൊണ്ടാണ് അത് അത്രയും ഇതായി നോക്കുന്നത് അറിയോ? അതേ നിറയെ ആൾക്കാർ ഇന്ന് കഴിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കെല്ലാം ഉള്ള അളവിലുള്ള ഭക്ഷണം അതിനകത്ത് ഇരിപ്പുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ആ വീട്ടുകാരൊന്നും ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ അവർ സ്നേഹം കൊണ്ട് ചെയ്താണെങ്കിൽ പോലും ഇതിന്റെ പടം എടുത്ത് സോഷ്യൽ മീഡിയ ഇടുകയും ഇത്രയും പേര് വളഞ്ഞിരുന്ന ഒരു മേശ മുഴുവൻ വിഭവങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ അത് എല്ലാവർക്കും ഉള്ള ഭക്ഷണമായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ ഇപ്പം മുഖ്യമന്ത്രി വന്നാൽ നമ്മൾ വീഡിയോ എടുക്കത്തില്ലയോ? മുഖ്യമന്ത്രി വന്ന് കാപ്പി കുടിക്കുന്ന ചായ കുടിക്കുന്നു, നമുക്ക് വലിയ സന്തോഷമല്ലേ? പിന്നെ അപ്പോൾ അത് അവരതിനു വേണ്ടി അത് എടുത്തതാണ്. അത് ഈ ലീഗ് അണികൾ തന്നെയായിരിക്കും ഇത് പ്രചരിപ്പിച്ചത്. എന്താണെങ്കിലും ഈ പറയുന്ന പോലെ വിഭവസമൃദ്ധമായ സദ്യയോ മറ്റു കാര്യം ഇനി അഥവാ ആണെങ്കിൽ തന്നെ ചോദിക്കട്ടെ, പിണറായി വിജയനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പിന്നെ പ്രളയ സമയത്ത് കടലിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കൊണ്ടുവരാൻ പറഞ്ഞാണ് നെയ്മീൻ. ആ നെയ്മീൻ ഊണ് കഴിക്കില്ല പറഞ്ഞിട്ടില്ലേ, കൊണ്ടുവച്ച മുന്നിൽ കൊണ്ടുവച്ച ചൂരമീനാണെന്ന് വലിയ ഡയലോഗ് അടിക്കുന്നല്ലോ. നാട്ടുകാരുടെ പൈസ എടുത്ത് ഒരു വണ്ടിയെ കയറി ഈ നാട് മുഴുവൻ നടന്ന് രാജകീയ വിഭവങ്ങളും രാജകീയ സന്ദർശനവും നടത്തി ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ഒരു ടീംസാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് തീവ്സ് എന്ന് വേണേ പറയാം. അതെ, എന്നിട്ട് തിന്നു മുടിച്ചിട്ട് ഇത് ചോദ്യം ചെയ്ത പാവപ്പെട്ട പിള്ളേരുടെ തലമണ്ട അടിച്ച് കീറി പോയവന്മാരാണ് ഇവിടെ വന്ന് കിടന്ന് അതാ ഒരു മുഖ്യമന്ത്രി VD സതീശൻ അങ്ങേര് മുഖ്യമന്ത്രിയായി പോയോണ്ട് അങ്ങേര് ഭക്ഷണം കഴിക്കാൻ പാടില്ല. നിങ്ങൾ നാട് മുഴുവൻ പ്രളയം കിടന്നു കിടക്കുമ്പോൾ നിങ്ങൾ ഇത് അത് അങ്ങേര് എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഈ പടം പുറത്ത് വന്നുകൊണ്ടല്ലേ നിങ്ങൾ അറിഞ്ഞത്? അത്രേ ഉള്ളൂ. പിണറായി വിജയൻ കഴിച്ചതിന്റെ കഥയും ലിസ്റ്റും ഒക്കെ പുറത്തോട്ട് സംശയമുള്ള ശ്രീദിവാരം തിരുവനന്തപുരത്തുണ്ട് മുൻ മന്ത്രി, അതോടെ ചോദിച്ചാൽ മതി. ചൂരമീൻ കൊണ്ട് വെച്ചപ്പോൾ എന്താണ് മീനെന്ന് ചൂര നീക്കി ദൂരെ എറിഞ്ഞിട്ട് എണീറ്റ് പോയി. പിറ്റേന്ന് അന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സത്യനാശൻ ഈ നെയ്മീൻ എന്നുള്ള സാധനം എവിടെ കിട്ടുമെന്നാണ് ഏറ്റവും നല്ലത്, ഇദ്ദേഹം പറഞ്ഞ നിലവാരത്തിലുള്ളത് കിട്ടുമെന്ന് പറഞ്ഞ് പാളയം മാർക്കറ്റിൽ രാവിലെ ചെറുകിട നെയ്മീനൊന്നും പോരാ. അതായത് നമ്മുടെ നാട്ടിൽ ചെറിയ നെയ്മീൻ കിട്ടും, അതെ, അതൊന്നും പോരാ. നല്ല നെയ്യുള്ള മീൻ. എനിക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ ബന്ധുക്കൾ കന്യാകുമാരി ജില്ലയിൽ ധാരാളം പേരുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളെ ബന്ധുക്കളെ വിളിച്ച് ചെല്ലുമ്പോൾ അവർ പറയും ഈ നെയ്മീൻ കറി ഉച്ചയ്ക്ക് ഊണുണ്ടെങ്കിൽ അവർ പറയും ഈ അവിടുത്തെ മീനിന്റെ ഈ ഒരു പ്രത്യേകത അറേബ്യൻ സീ 3 കടലും കൂടെ സംഗമിക്കുന്ന സ്ഥലം. അതിൽ അത് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഒരു കടലിലെ നെയ്മീനാണ് ഏറ്റവും സ്വാദുള്ളത്. മീൻ ഏത് മീനാണെങ്കിലും ഏറ്റവും സ്വാദുള്ളത് എന്ന് പറയും. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിനും ആ പർട്ടിക്കുലർ നെയ്മീനെ കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതാണ് സത്യനേശം ഓടിയത് അവസാനം ഈ മാധ്യമപ്രവർത്തകർ എനിക്ക് ഇത്രത്തോളം മാധ്യമപ്രവർത്തകർ ഒരാൾ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അല്ലെ? നമ്മൾ അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കണം അതിനെക്കുറിച്ച്. എന്നിട്ട് അവസാനം ഇത് അദ്ദേഹം നിർത്താൻ സമ്മതിക്കുകയല്ല. ദേശാഭിമാനിയുടെ ലേഖകന്മാർ കിടന്നങ്ങ് അവസാനം പുള്ളി പറഞ്ഞു നിങ്ങളും നിർത്തും, നിങ്ങളോട് പറഞ്ഞ് ഞാൻ മടുത്തു എന്നാണ്. അതുപോലെ എന്താണ് ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണം നടത്തി ഈ പ്രളയത്തെക്കുറിച്ച് വ്യാജ പ്രചരണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കുറിച്ച് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പ്രചരണം നടത്തിയ നമ്മളെ പേടിപ്പിക്കുന്ന രീതി മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരു സംഘം മാധ്യമങ്ങളും ഇത് വ്യാപകമായി ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മളെല്ലാം ഒരുമിച്ച് നേരിടുന്നതിന് പകരം ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മാത്രം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഡാം തുറന്നു വിട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ എവിടെ ഡാം തുറന്നു വിട്ടു? എവിടെയാണ് ഡാം തുറന്നു വിട്ടു? ആകെ തുറന്നു വെച്ചിരുന്നത് മണിയാർ ഡാമാണ്. അതിന്റെ ഷട്ടർ അടയ്ക്കാൻ പറ്റത്തില്ല. 3 വർഷമായിട്ട് അതിന്റെ ഷട്ടർ 2 ഷട്ടർ സ്റ്റക്കായിട്ടിരിക്കുന്നു, ബാക്കിയെല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല ഈ പറയുന്ന വലിയ ദുരിതം ഇപ്പം എന്താണ് ശരിക്കും ഈ പ്രളയം ഇപ്പോൾ ഏറ്റവും വലിയ കെടുതിയുള്ളത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലും ആറന്മുളയുമാണ്. കാരണം പമ്പാ നദി കരകവിഞ്ഞൊഴുകിയതോടെ വീടുകൾ മുഴുവൻ വെള്ളം കയറി. അപ്പോൾ അവരെ എല്ലാം ആദ്യത്തെ ഒരു പകപ്പുണ്ടായിരുന്നു, അതിനുശേഷം എല്ലാവരെയും കൃത്യമായിട്ട് ഇപ്പം അതിന് ഇന്നലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിലെ ആൾക്കാർ ഫയർഫോഴ്സിൻ്റെ മേധാവികളടക്കം ഇന്നലെ നമുക്കൊരു മെസ്സേജ് തന്നിരുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഈ ജനങ്ങളെ ബോധവൽക്കരിക്കണം.
കാരണം ഈ അലേർട്ട് വരുന്ന ഉടനെ തന്നെ ഇവർ വീട് മാറണം എന്നുള്ളത് നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് ഈ സംഭവം നിൽക്കുകയല്ല. ഇത് വെള്ളം വരവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അഗ്നിരക്ഷാസേനയ്ക്ക് പോലും അവിടേക്ക് ചെല്ലാൻ പറ്റത്തില്ല. അത് ചെല്ലാൻ പറ്റുന്നതന്നെ അങ്ങ് പോട്ടെ, അതിലൊക്കെ ഉപരി അവർക്ക് അംഗബലം കുറവാണ്. അവർക്ക് എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ തന്നെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള മുഴുവൻ അഗ്നിരക്ഷാസേനയും പത്തനംതിട്ടയിലുണ്ട്. എന്നിട്ട് അവർക്ക് മൊത്തം ഇടത്തും ചെല്ലാൻ പറ്റില്ല. പിന്നെ ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല. ഇവർക്കുമായിട്ട് ഫുഡുമായിട്ട് 3 നേരം പോകണം. അതും ഇവർ തന്നെ പോകണം. അവർ ചില ആളുകൾ ഞാൻ വലിയ ആഢ്യനാന്ന് പറഞ്ഞ് വലിയ ഒട്ടാരം പോലത്തെ വീടിനകത്ത് കയറി ഇവിടെ ഇറങ്ങില്ല. സാധാരണക്കാർ ഇടപെടാത്ത ചില ആളുണ്ടല്ലോ. എന്താണെങ്കിലും വി ഡി സതീശനെ വട്ടം ചുറ്റിക്കാനാണ് മാപ്രകൾ പതിവ് പോലെ ശ്രമിച്ചത്. ഈ തവണ എല്ലാവർക്കും കണക്കിന് കൊടുത്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. സത്യസന്ധമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്നു. എന്തായാലും പ്രളയക്കെടുതിയിൽ ഒരു ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടുകാർക്ക് ഒരു വലിയ ആശ്വാസമുണ്ട്. എങ്കിലും ഇപ്പോഴും ആറന്മുള, കോഴഞ്ചേരി, റാന്നി താലൂക്കുകൾ വെള്ളത്തിന് അടിയിലാണ്. അത് പക്ഷേ ഉടനെ തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു ദിവസം മണിക്കൂറിൽ മഴ പെയ്യാതിരുന്നാൽ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മഴ ഇപ്പം ശബരിമല വനത്തിലും പത്തനംതിട്ടയിലൂടെ കിഴക്കൻ മലയോര പ്രദേശത്തുമാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്രയും വെള്ളം അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ജനങ്ങളൊക്കെ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.